ഹായ് ഗൈസ്, അപ്പം നിങ്ങൾ ഗെയിം കണ്ടല്ലോ. എൻ്റെ പൊന്നെ, ഉച്ച തൊട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ജിൻഡോയും ടീമും ജയിച്ചിരിക്കുന്നു. അതായത് രശ്മിൻ ബായും ജിൻഡോയും കൂടെ ആയിരുന്നു. പിന്നെ അപ്സര, ശരണ്യ അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തു. സത്യത്തിൽ അവരായിരുന്നല്ലോ ഇതൊരു അവസാന ഫൈനലിൽ വന്നത്. ആദ്യം ഒരു 2-3 മണിക്കൂർ തന്നെ അവർക്ക് കൊടുത്തിട്ട് പോലും അവരെ കൊണ്ട് പറ്റുന്നില്ല. അവസാനത്തെ സ്റ്റേജിലെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബെഞ്ച് ഇങ്ങനെ നല്ല നീളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ ഓരോ തട്ടായിട്ട് ഇങ്ങനെ അടക്കിയിട്ട് അത് തട്ടി, മീൻസ് ഒരു ബോൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തട്ടി ആ ബോളിൽ മുട്ടി അത് ബക്കറ്റിൽ വീഴണം. അതാണ് ഗെയിം. ഒരു 2 മണിക്കൂറായിട്ട് എൻ്റെ ദൈവമേ, എൻ്റെ 2 മണിക്കൂറായിട്ട് ഇങ്ങനെ പറ്റുന്നില്ല. അവസാനം അവർക്കൊരു ബ്രേക്കൊക്കെ കൊടുത്ത് വീണ്ടും ഒരു അവസരം കൊടുത്തു. അപ്പോൾ ബെഞ്ചിൻ്റെ നീളം അങ്ങ് കുറച്ച് ബിഗ് ബോസ്. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമല്ലോ എന്നും കാര്യം. എന്നിട്ട് 1.5 മണിക്കൂർ കൊണ്ട് ഈ ലൈവിട്ട് ഞാനൊരു വരുവായി. സത്യം പറഞ്ഞാൽ 30 മിനിറ്റ് നമ്മൾ ഓഫാക്കി വരിക. സമയം ഇപ്പം എത്ര മണിയായി? ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 6:25. 6:20 ആയപ്പോഴത്തേക്ക് എങ്ങനെയോ ജിൻഡോയുടെ സാധനം അതിനകത്ത് വീണ് പുള്ളി ജയിച്ച് വീണ്ടും പവർ ടീം അവർ എടുത്തിരിക്കുന്നു. ഇനി ബിഗ് ബോസിൻ്റെ പുതിയ വല്ലതും തീരുമാനം വല്ലതും ഉണ്ടോ എന്ന് നമുക്കിനി കണ്ടറിയാം. അങ്ങനെ ജിൻഡോ ജയിച്ചിരിക്കുന്നു ഗൈസ്. ജിൻഡോ ജയിച്ചിരിക്കും. അപ്പോൾ ജിൻഡോ ഫാൻസിന് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാം. ഇപ്പോൾ ജിൻഡോ പവർ കിട്ടിയപ്പോൾ തൊട്ട് വെറുത്ത കുറേ ആൾക്കാരുണ്ട്. ഇനി എന്തൊക്കെയായി എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച മൊത്തം വെറുക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പം. എന്തെങ്കിലും ആകട്ടെ, അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ രശ്മിനാണെങ്കിലും ശരി. പിന്നെ അപ്സര, ശരണ്യ അവർ നല്ല പക്കയായിട്ട് നല്ല അവരുടെ കോംബോ ഓക്കെയാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രശ്മിൻ ബായും നമ്മുടെ ജിൻഡോയും അവർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മനസ്സിൽ തന്നെ എന്തോ ഞാൻ ഇതാവണം, അല്ലെങ്കിൽ അത് ഇതാവണം, അല്ലെങ്കിൽ ആ തട്ട് വെക്കുന്നതിന് ഓരോ രശ്മിൻ്റെ ഭാവമാണെങ്കിലും ജിൻഡോയുടെ ആണെങ്കിലും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ആകട്ടെ, കൂടുതൽ പറയുന്നില്ല. ഞാൻ പോയിട്ട് ഇനി അടുത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വരാം.